ഹായ് ഫ്രണ്ട്സ്, ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ദോശയ്ക്കൊപ്പം ഉണ്ടാക്കിയ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിന് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഉഴുന്ന്. എനിക്ക് ഇത്തിരി ഉഴുന്ന് കൂടുതൽ കൂടി നിൽക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 7, 8, 9, 10 ഇതിനകത്ത് വെച്ച് വെളുത്തുള്ളി 10 ആയാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ഒരു 9 ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എനിക്ക് തോന്നുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഒരുപാട് ആൾക്കാർ അതായത് രീതിയിൽ വെക്കുന്നുണ്ടായിരിക്കുന്നത്, ഞാൻ വെക്കുന്ന രീതിയാണ്. പിന്നെ 2-3 കൊച്ചുള്ളി, പിന്നെ അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത്, ഇതെല്ലാം കൂടെ തട്ടിക്കൊടുത്ത് ഇതെല്ലാം ഒരുമിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട, ഒരു ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും തക്കാളി എടുക്കാം. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുള്ളത് 3 തക്കാളിയാണ്, മീഡിയം സൈസ് 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ച് തക്കാളി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്കി എല്ലാം സവാള ആയാലും കൊച്ചുള്ളി ആയാലും വെളുത്തുള്ളി കൂടി നിന്നാൽ കുഴപ്പമില്ല. അങ്ങനെ എല്ലാത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാൻ ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ധാരാളമാണ് 3 തക്കാളി. 4 ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരും. പിന്നെ അതിനെ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം. പക്ഷേ എങ്കിലും ആവശ്യത്തിന് എടുക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ തക്കാളിയും ഇതെല്ലാം ഇട്ട് ഒരുമിച്ച്. ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഞാൻ ഇപ്പോഴൊന്നുമല്ല ഇടുന്നത്, ലാസ്റ്റ് ഈ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴാണ് ഉപ്പിടുന്നത്. പിന്നെ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം തക്കാളിയില്ല, ആവി കയറുമ്പോഴേക്കും തക്കാളി വെന്ത് കിട്ടും. പിന്നെ തക്കാളിയിൽ പുളിപ്പുണ്ടെങ്കിലും ഒരു കുഞ്ഞു പീസ് പുളി കൂടെ ചേർത്തതിന് നന്നായിരിക്കും. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ്, മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവം സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത്. അങ്ങനെ ഒരു കുഞ്ഞു പീസ് പുളി ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ ആവി കയറിയപ്പോൾ അതിൻ്റെ മങ്ങിയതാണ് കേട്ടോ. വീണ്ടും നന്നായിട്ട് എല്ലാം ഒരുമിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി ശകലം തേങ്ങ ചേർക്കാറുണ്ട്. ആദ്യം ഞാൻ തേങ്ങ ചേർക്കാതെയാണ് മുന്നേയൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ തക്കാളി ചമ്മന്തി വെച്ച സമയത്തൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ തേങ്ങ ചേർക്കാറില്ല. പക്ഷേ എന്തോ എനിക്ക് തേങ്ങ ചേർക്കാതിനേക്കാളും ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പിടി, ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി തേങ്ങ ചേർക്കും. അതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ആവിയേറ്റി ഒന്ന് തേങ്ങയുടെ ഒരു പച്ചപ്പ് മാറുന്നതിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് ആവിയേറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ഇടാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഇപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ച്, എരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കുന്നതെങ്കിൽ കുറയ്ക്കാം. ആവശ്യത്തിനായി ഉപ്പും ചേർത്ത് പിന്നെ നന്നായിട്ട് വീണ്ടും ഒന്ന് അതിൻ്റെ പച്ച മുളകിൻ്റെ മല്ലിയുടെയും പച്ചപ്പ് എന്ന് വെച്ചാൽ പച്ചയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ പൊടികളുടെ, അതൊന്ന് മാറാൻ വേണ്ടി വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിരിക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ കൂട്ടായിട്ട് ഓൾമോസ്റ്റ് എപ്പോഴും കഴിക്കുന്ന ദോശയാണല്ലോ. ദോശയുടെ മാവെല്ലാം ഞാൻ ഉപ്പിട്ടൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. കാരണം മക്കൾ മദ്രസയിൽ പോയിരിക്കുക, വരുമ്പോഴേക്ക് ഇതെല്ലാം തയ്യാറാകണം. അങ്ങനെ ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം ആ അടുപ്പിൽ തന്നെ ദോശ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ചട്ടി വെച്ച് ദോശ നല്ല നൈസിൽ നന്നായിട്ട് ചുട്ടെടുക്കും. നല്ല ദോശ നല്ല മൊരിച്ച് നല്ല ടേസ്റ്റുള്ള ദോശയും ഈ ചമ്മന്തിയും കൂടെ ആകുമ്പോൾ സൂപ്പറാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. നല്ല മൊരിഞ്ഞ ദോശയും തക്കാളി ചമ്മന്തി, മഴയും, ഒരു കട്ടനും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. പക്ഷെ ഞാൻ കട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ, ദോശയും ചമ്മന്തിയും തക്കാളി ചമ്മന്തി മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് ആ കൂട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ അതിനെ മിക്സിയിലോട്ട് തട്ടി സാധാരണ ചെറിയ ജാറാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ വലിയ ജാർ എടുത്തു, കാരണം ചെറിയ ജാറിൽ അടിക്കുമ്പോഴേക്കും ചിലപ്പോൾ പുറത്തോട്ട് വന്നാലോ, കാരണം കുറച്ച് കൂടുതലുണ്ട്, ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് പുറത്തോട്ട് വന്നാലോ എന്ന് കരുതി വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒരു ശകലം വെള്ളം ചേർക്കണം, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടണമല്ലോ. ശകല വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ, എൻ്റെ അടുത്ത് ഉഴുന്ന്, കടുക്, വറ്റൽമുളക് ഇത് മാത്രമേ ഉണ്ടോ. പിന്നെ ഇത് കൊച്ചുള്ളി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഞാൻ ചേർത്ത് ഉഴുന്ന്, കടുക്, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ തക്കാളി ചമ്മന്തിയുടെ കൂട്ടിലേക്ക് ഈ ചൂടോടെ തന്നെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള
തക്കാളി ചമ്മന്തി റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്? ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുമുണ്ട്. മൊബൈൽ വീഡിയോയിലൊക്കെ ആയാലും യൂട്യൂബിലൊക്കെ ആയാലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് അവിടെ ഇവിടെയൊക്കെ കാണുന്നതിന് വെച്ച് ഒരു ഊഹം വെച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ മക്കൾക്ക് തക്കാളി ചമ്മന്തിയും ദോശയും എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവർക്ക് ഭയങ്കര ഇഷ്ട ഭക്ഷണമാണ് ഈ തക്കാളി ചമ്മന്തിയും ദോശയും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.